ഞാൻ ഹരീഷ് കണാറിൻ്റെയും വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അത് ഏകദേശം 5 വർഷക്കാലം ഇവരെല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ അതിൽ എനിക്കൊരാവശ്യം വന്നപ്പോൾ, അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, എനിക്ക് പൈസ കണക്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്നൊരു സമയമാണ് ആ കാലഘട്ടം. പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കുന്നുണ്ട്. എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് 3 പേരോടും പൈസ ആവശ്യപ്പെടുകയും ആദ്യത്തെ മറ്റ് 2 ആർട്ടിസ്റ്റുകൾ ഞാൻ അവരോട് ഈ പറഞ്ഞ പോലെ തന്നെ 20 ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എനിക്ക് തിരിച്ചു തരണ്ട, കാര്യം ഇത് ബാധക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നതല്ലേ, നിങ്ങളത് നല്ല കാര്യത്തിനല്ലേ, അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ 2 പേരും എനിക്ക് തന്നത്. ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപയെ തന്നുള്ളൂ. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണിത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസയുടെയും സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം എന്നെപ്പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഒരു നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട്. അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് അദ്ദേഹം 10 ലക്ഷം രൂപ ആദ്യം തരികയും 1 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ 2ാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ കാശ് തിരിച്ചു ചോദിച്ചുള്ളൂ. അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇപ്പോൾ എന്തെങ്കിലും നിവൃത്തിയില്ല, കാര്യം ഞാൻ കഴിഞ്ഞ 2 പടം ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഹരീഷ് ഇപ്പം എന്തെങ്കിലും ഉണ്ടാവില്ല, എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ തരാം. അപ്പോൾ പുള്ളി തന്നെ പറയും, എനിക്കതൊന്നും കുഴപ്പമില്ല, എനിക്ക് സിനിമ ഒന്ന് പിടിച്ചെന്നാൽ മതി, ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരൂ എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ 20 ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളമെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തന്നെ ബോധ്യമാകും. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു, അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണിത്. ഏകദേശം 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അയാളുടെ വെച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകൾ എടുത്ത സിനിമകളുടെയും ലിസ്റ്റാണിത്. ഏകദേശം 72 സിനിമകളുണ്ട്. ഈ 72 സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ശമ്പളം അയാൾ തരണം? അയാളോട് ചോദിക്കും, അയാൾ ബാദുഷാക്ക് പണിയെടുത്തതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 100 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ, സന്തോഷത്തോടുകൂടി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു. നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ. ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ടല്ലോ. നമ്മൾ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ മറ്റുള്ള 2 ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കരുണ പോലും പുള്ളി ഇങ്ങോട്ട് കാണിച്ചില്ല. 1 രൂപ പോലും എനിക്ക് പണിയെടുത്തിന് തന്നിട്ടില്ല. 5 വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു. 5 വർഷം അയാളെ കൊണ്ട് 72 സിനിമകളും ഞാൻ അയാൾക്ക് കൂടി വർക്ക് ചെയ്തു. അയാൾക്ക് വേണ്ടി പണിയെടുത്ത ഡേറ്റ് മേടിക്കുക. അത് തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ടല്ലോ, പുള്ളിയുടെ ജീവിതത്തിൽ ഒരു അടുക്കവും ചിട്ടമൊക്കെ വന്നത് ബാധക്ക കൂടെ വന്നതിന് ശേഷമാണെന്ന് അയാൾ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിലൊരു അവസരം റെഡിയാക്കി തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഏകദേശം ഒരു 5 വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല. ഞാൻ പ്രൊഡക്ഷൻ സൈഡിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്കധികം പടങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൽ അങ്ങനെ വർക്ക് ചെയ്ത 3 സിനിമകൾ ഇതൊക്കെയുള്ളൂ. ഒന്ന് ഈ ARM, അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ, ഹരീഷ് കണാറിനൊരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കണം. അവർ പറഞ്ഞു, വേണ്ട, നമുക്കിപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്ത് അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഹരീഷിന് നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവർ ഹരീഷ് കണാറിനൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ വരേണ്ട ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും 2ാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല. കാര്യം ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമുമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ വിളിച്ചു, ഇന്ന പോലെയാണ് സംഭവം, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ വന്നിട്ട് എൻ്റെ സമയത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പകരം അദ്ദേഹത്തിന് പകരം വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത്? പെട്ടെന്ന് ഈ ഹരീഷ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു.
എനിക്കതിനെപ്പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ചേതോവികാരമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ? കുറേ നാളായാലും പുള്ളീനെ ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നു. പുള്ളീനെ ഒന്ന് ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയതായി കൊടുത്തില്ലല്ലോ.